യെസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരുന്ന നമ്മുടെ എക്സൈസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുവാണ്. ഈ വർഷത്തിലെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. അപ്പൊ ആദ്യമേ പറയാം, ഈ എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ സ്വാഭാവികമായിട്ടും അഡ്വൈസുകൾ വളരെ കുറവായിരിക്കും. കാരണം നമുക്കറിയാം, എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ തന്നെ അഡ്വൈസുകൾ വളരെ കുറവാണ്. അപ്പൊ എക്സൈസ് ഡ്രൈവർ തസ്തികയിലെ അഡ്വൈസ് വളരെ കുറവായിരിക്കും. നല്ല മാർക്ക് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ആദ്യ ഭാഗത്ത് കാണും. ആദ്യ ഭാഗത്താണ് നിങ്ങളുടെ പേരുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിയമനം കിട്ടും. അതാണ് എക്സൈസ് ഡ്രൈവർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആഴത്തിലുള്ള പഠനത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കുവാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട, നെഗറ്റീവായിട്ടുള്ള കമന്റ്സുകളും വേണ്ട. നിങ്ങൾ നന്നായിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസ് ഉണ്ടാവും. ഇത് ആദ്യമേ പറയാനുള്ള പ്രധാന കാരണം, സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറഞ്ഞത് നിയമനം നടക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല റാങ്ക് വാങ്ങിച്ച ആൾക്കാർക്ക് പോലും നിയമനം നടക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കമന്റ് ബോക്സിൽ വന്നത്. അതൊരു യാഥാർത്ഥ്യതയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സിസ്റ്റത്തിനെ കുറ്റം പറയാതെ നമ്മൾ അങ്ങനെ സേഫായിട്ട് ആ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്താൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. കാരണം ഡ്രൈവർ ആകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് സർക്കാർ സർവീസിലേക്കാകുമ്പോൾ നമ്മുടെ ജോലിക്ക് ഒരു സ്ഥിരത ഉണ്ടാവും, അതുപോലെ പെൻഷൻ ഉണ്ടാവും, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിപ്പോ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ പിറകിന് പോകാതെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പരീക്ഷയെ നിങ്ങൾ നേരിടുക. സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് പരാജയങ്ങൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മുൻ പരീക്ഷകൾ എഴുതി പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത പരീക്ഷകൾക്ക് വേണ്ടി വലിയ വാശിയോടുകൂടി പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ വന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 386/2025 ആയിരുന്നു. നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് 386/2025 എന്ന് പറയുന്ന തസ്തിക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ജില്ലാതല നിയമനമാണ്. തസ്തികയുടെ പേരിൽ ചില മാറ്റമുണ്ട്. തസ്തികയുടെ പേര് ഇങ്ങനെയാണ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്നാണ് പുതിയ നോട്ടിഫിക്കേഷനിൽ നമ്മുടെ തസ്തികയുടെ പേര്. നമ്മുടെ നിയമനം നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സാലറി വരുന്നത് 26,500 മുതൽ 60,700 വരെയുള്ള ഒരു സ്കെയിലാണ്. 26,500 ആണ് ബേസിക് പേയ്മെന്റ്. അതിന്റെ കൂടെ ഡിയർനെസ് അലവൻസ്, HR എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നല്ലൊരു സാലറി തുടക്കത്തിൽ കിട്ടാവുന്ന വളരെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു തസ്തികയാണ് ഈ പറയുന്ന എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. കുഞ്ഞുങ്ങളെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജില്ലാതല നിയമനമാണ്. പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് കിടക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ്. ഓരോ ജില്ലയിലും ഒരുപാട് അഡ്വൈസുകൾ പോകത്തില്ലെങ്കിലും നിങ്ങൾ മുൻ വർഷങ്ങളിലെ റാങ്ക് ലിസ്റ്റുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് 10ൽ താഴെ അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ രീതിയിലുള്ള പഠനമാണ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സോ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ NCCക്ക് ABC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2%, 3%, 5% യഥാക്രമം വെയിറ്റേജ് മാർക്കുണ്ട്. അത് നിങ്ങൾ പ്രൊഫൈലിനകത്തേക്ക് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സർട്ടിഫിക്കറ്റ് നേടിയ ഉദ്യോഗാർത്ഥികൾക്കും വെയിറ്റേജ് മാർക്കുണ്ട്. അതൊക്കെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതെല്ലാം പരിഗണിച്ച് നമ്മുടെ മാർക്ക്, അതായത് നമ്മൾക്ക് റിട്ടേൺ എക്സാമിലെ മാർക്ക് ഒരല്പം കുറവാണെങ്കിലും മറ്റുള്ള ഉദ്യോഗാർത്ഥിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു 85 മാർക്ക് കിട്ടി,
തൊട്ട് മേളിൽ നിൽക്കുന്ന ഒരു 86 ആണെങ്കിൽ നമുക്ക് ഇത്തരം വെയിറ്റേജുകൾ ഉണ്ടെങ്കിൽ അവനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് മേപ്പോട്ട് പോകാൻ സാധിക്കും. അത്തരം എല്ലാ സാധ്യതകളും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. സോ അതേപോലെ തന്നെ കായിക താരങ്ങൾക്ക് അധിക മാർക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം വെയിറ്റേജ് മാർക്കുകൾ അതേപോലെ തന്നെ ഈ പറയുന്ന അധിക മാർക്കുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്തരം സാധ്യതകൾ കൂടി നിങ്ങൾ അവിടെ പ്രയോജനപ്പെടുത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ. ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ തസ്തിക അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത്. അവിടെ പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും യഥാക്രമം 5 വർഷത്തിന്റെയും 3 വർഷത്തിന്റെയും ഇളവുകളുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2/1/1986 മുതൽ 1/1/2004 വരെ ഈ 2 ഡേറ്റുകൾ ഉൾപ്പെടെ ആ ഡേറ്റുകൾക്കിടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ തസ്തികയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എടുത്തു പറയുന്നുണ്ട്, യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കഴിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് വിജ്ഞാപനത്തിന്റെ പാർട്ടിന്റെ പൊതുവ്യവസ്ഥകൾ കണ്ണിക 2 നോക്കാനൊക്കെ പറയുന്നുണ്ട്. അത് റിസർവേഷൻ ഉള്ള ആളുകളുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഇത് നോക്കിയാൽ മതി. 21 to 39 നോക്കുക, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 39 3 42. അതല്ല SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 44 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളൊരു 10ാം ക്ലാസ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥി ആയാൽ മതി. 10ാം ക്ലാസ് പാസ്സാകണം എന്ന് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഹെവി ഗുഡ്സിന്റെ ലൈസൻസ് വേണം. അതേപോലെ ഹെവി പാസഞ്ചർ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് 3 വർഷം നിലവിലുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും അതേപോലെ ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഹെവി എടുത്തതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് 2024 നിങ്ങൾക്ക് ഹെവി കിട്ടിയതെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നോട്ടിഫിക്കേഷന്റെ എൻഡ് ഡേറ്റിന് ആ ഒരു മാർജിൻ നോക്കുക. അതിന് 3 വർഷം മുമ്പ് നിങ്ങൾക്ക് ഈ ഹെവി ലൈസൻസുകൾ, ഈ പറയുന്ന ഹെവി ഗുഡ്സിന്റെയും ഹെവി പാസഞ്ചർ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഡ്രൈവേഴ്സ് ബാഡ്ജും നിങ്ങൾ 3 വർഷം മുമ്പ് നേടിയെടുത്തിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. പിന്നെ മക്കളെ ഹൈറ്റും അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 165 സെന്റിമീറ്ററിൽ കുറയാത്ത ഉയരം. പിന്നെ പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്കൊന്നും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. അതേപോലെ 83 സെന്റിമീറ്റർ ആണ് നെഞ്ചളവ്. അതേപോലെ തന്നെ ആ നെഞ്ചളവ് വികസിച്ച് 87 പറയുന്നുണ്ട്. അത് ആ ഒരു ഫിസിക്കൽ മെഷർമെന്റിന്റെ സമയത്ത് നിങ്ങൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഹൈറ്റിന്റെ കാര്യത്തിലെ ഒരു ഇളവുണ്ട്. 160 സെന്റിമീറ്റർ ആണ്. അല്ലാതെ ബാക്കിയുള്ള ആളുകൾക്കെല്ലാം 165 സെന്റിമീറ്റർ എങ്കിലും മിനിമം ഹൈറ്റ് വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചെസ്റ്റ് 83. അത് പിന്നെ നമുക്ക് പിന്നെ വലിയ പ്രശ്നമില്ല. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അതൊക്കെ ഒപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഹൈറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈറ്റ് 160 സെന്റിമീറ്റർ SC ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മിനിമം ഒരു 160 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. സാധാരണ നോർമൽ ആയിട്ടുള്ള എല്ലാ ഈ OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിലും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിലും 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഠനത്തിലേക്ക് വേണ്ടി കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങള് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. സോ വളരെ ഭംഗിയായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടത്. കാരണം ആഴത്തിലുള്ള പഠനമാണ് വേണ്ടത്. നിങ്ങൾക്ക് കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു, നല്ല മാർക്കുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു തസ്തികയിലെ നിയമനം കിട്ടുന്നത്. സോ അതുകൊണ്ട് ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ 100 മാർക്കിന്റെ എക്സാമിന് നല്ലൊരു മാർക്ക്
പരമാവധി മാർക്ക് കിട്ടുന്ന രീതിയിൽ പഠനം ഉയർത്തണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നിയമനം കിട്ടുന്നത്. സോ അതുകൊണ്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഡ്രൈവർ പരീക്ഷകളിലെ ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കി സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴത്തിലുള്ള പഠനം നിങ്ങൾ നടത്തി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2026, 2027 കാലഘട്ടത്തിലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സർവീസിന്റെ ഭാഗമായി മാറുവാൻ ആകാവുന്നതാണ്. സോ അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങളെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഡയറക്ഷൻ തരുവാൻ വേണ്ടി തുടക്കം മുതൽ പഠിച്ചു തുടങ്ങുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുന്നത്. സോ ഇവിടെ കൃത്യമായി നിങ്ങളെ ഒരു മെന്റർ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഓരോ ദിവസങ്ങളും എന്താണ് പഠിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചു പോയ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതിന്റെ PDF നോട്ടുകളും ഉൾപ്പെടെ സോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും OMR എക്സാമുകളും കൂടെ എഴുതി മാറുമ്പോൾ ആ ഒരു പഠനത്തിന്റെ പ്രിപ്പറേഷൻ കറക്റ്റ് ട്രാക്കിലേക്ക് നിങ്ങൾ മാറുകയാണ്. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലൈവ് ക്ലാസ്സുകളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പരമാവധി മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിലെ പരീക്ഷകൾ എഴുതി ഈ ഒരു പരീക്ഷ പാറ്റേൺ മനസ്സിലാക്കി നല്ല രീതിയിൽ മുമ്പോട്ട് പോയി 2026, 2027 എന്ന് പറയുന്ന വർഷം ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എക്സൈസ് ഡ്രൈവർ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.